നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് എന്ന് പറയുന്നത്. ഈ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ കൊറോണ കാലത്തിന് ശേഷം ഇതുപോലെയുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ ചെയ്യുന്നുണ്ട് ആളുകൾ. അതിൽ 90% പേരും വിജയിച്ചിട്ടുമുണ്ട്. ഈ 10% ആൾക്കാർക്കാണ് പിന്തിരിഞ്ഞു പോകേണ്ടി വന്നിട്ടുള്ളത്. അത് ബിസിനസിന്റെ കുഴപ്പമല്ല, അവരുടെ കുഴപ്പം കൊണ്ടാണ്. അതുപോലെ ഒരു ചെറിയ ബിസിനസ് ഐഡിയ ആണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക, സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. ഇതുപോലെയുള്ള ചെറിയ ഐഡിയകളാണ് നമ്മൾ നിരന്തരം ഈ ചാനലിൽ കൂടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് കേക്ക് ആണ്. കേക്ക് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു പ്രത്യേക കേക്കാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്, ക്യാരറ്റ് കേക്ക്. എന്താണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് പറയുന്നത്, പ്രൊപ്പോർഷനേറ്റ്ലി നിങ്ങൾക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് വേണ്ടത് 2 കപ്പ് മൈദയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് 500 ഗ്രാം ക്യാരറ്റ് വേണം. മസാലപ്പൊടി വേണം 1/2 ടീസ്പൂൺ. സോഡാപ്പൊടി വേണം 2 ടീസ്പൂൺ. പഞ്ചസാര വേണം 2 കപ്പ്. എണ്ണ വേണം 1.25 കപ്പ്. എണ്ണ നിങ്ങൾക്ക് ഡാൽഡ എടുക്കാം, സൺഫ്ലവർ എടുക്കാം, അങ്ങനെ ഏതെണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. മുട്ട വേണം 3 എണ്ണം. ഇതാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഈ പഞ്ചസാര ആദ്യം നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം എണ്ണയുമായിട്ട് യോജിപ്പിക്കണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മിക്സ് ചെയ്തതിന്റെ കൂട്ടത്തിൽ തന്നെ അത് മിക്സ് ആയി കഴിയുമ്പോൾ അതിലേക്ക് മുട്ടയുടെ ഉണ്ണി അടിച്ച് യോജിപ്പിക്കണം. വെള്ളയല്ല, ഉണ്ണി അടിച്ച് യോജിപ്പിക്കുക. അതിനുശേഷം മൈദ, സോഡാപ്പൊടി, മസാലപ്പൊടി എന്നിവ 2 പ്രാവശ്യം അരിച്ചെടുക്കണം. കാരണം മറ്റൊന്നുമല്ല, ഇതിനകത്ത് കട്ട കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ നമ്മളുടെ കേക്കിനെ അത് ബാധിക്കും. ഈ പ്രോഡക്റ്റ് എല്ലാം കൂടി ഇട്ട് 2 പ്രാവശ്യം അരിച്ചെടുത്ത് ഫൈൻ പൗഡർ ആക്കി ആ സാധനം ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിശ്രിതത്തോടൊപ്പം ചേർത്ത് നന്നായിട്ട് വീണ്ടും ഇളക്കുക. ഇത്രയും കഴിയുമ്പോൾ ഓൾറെഡി നമ്മൾ ചീവി എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ചീവണം, നല്ല വൃത്തിയായിട്ട് ചീവി എടുക്കണം. അത് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരിക്കും. ഇതിനോടൊപ്പം ചേർത്ത് വീണ്ടും ഇളക്കുക. ഇനി നമ്മൾ മുട്ടയുടെ വെള്ള മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. 3 മുട്ടയായിരുന്നു, അതിന്റെ ഉണ്ണി നമ്മൾ എടുത്തു, വെള്ള മാറ്റി വെച്ചിട്ടുണ്ട്. ആ വെള്ള നന്നായിട്ട് പതപ്പിക്കണം. പതപ്പിക്കാൻ നമുക്ക് ബീറ്റർ തന്നെ ഉപയോഗിക്കേണ്ടി വരും. നന്നായിട്ട് പതപ്പിച്ച ശേഷം അത് ഇതിനോടുകൂടി ചേർക്കുക. ശേഷം 50 മിനിറ്റോളം നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി കേക്ക് ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ അവൻ ഉള്ള ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വാണിജ്യാടിസ്ഥാനത്തിൽ ഇത് ഉണ്ടാക്കി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഐസിങ് കേക്ക് പോലെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല ഇത്. ഫുഡിന്റെ ലൈസൻസ് എടുത്തുകൊണ്ട് വേണം ഇത് ചെയ്യാൻ എന്നുള്ള കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ അതിന്റെ വീഡിയോയും നമ്മളുടെ ചാനലുണ്ട്. നമ്മളുടെ ചാനൽ കയറി FSSAI എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോകൾ അതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ അപ്ഡേറ്റ്സും ഉണ്ട്. അത് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.